പല സുഹൃത്തുക്കളും എന്നോട് ചോദിക്കാറുള്ളത് നമുക്ക് എങ്ങനെ ഗ്രാമങ്ങളിൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്ന എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഗ്രാമമാണ് ദഹ്ഷൂർ എന്ന് പറയുന്നത്. ഞാൻ കൈറോയിൽ നേരത്തെ വന്നപ്പോഴും 2 തവണ ദഹ്ഷൂറിൽ വന്നിരുന്നു. ഇവിടുത്തെ ഗ്രാമീണരുടെ ആതിഥ്യം സ്വീകരിച്ചിരുന്നു. വളരെ നന്നായിട്ട് പെരുമാറുന്ന, ഈജിപ്ഷ്യൻ കാർഷിക ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണുന്ന അനുഭവങ്ങളുള്ള ഒരു വില്ലേജാണ് ദഹ്ഷൂർ എന്ന് പറയുന്നത്. ഇതൊരു പൗരാണിക വില്ലേജ് കൂടെയാണ്. ഫറോവ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പിരമിഡുകളൊക്കെ നിലകൊള്ളുന്ന വില്ലേജാണ്. അപ്പോൾ ഈ കാണുന്നത് പലതരം സീസണൽ കൃഷിയാണ്. ദഹ്ഷൂർ ഏറ്റവും പ്രധാനമായിട്ട് കേളി കേട്ടിട്ടുള്ളത് ഇവിടുത്തെ ഈത്തപ്പനകൾക്കാണ്. ഈത്തപ്പഴം ഇവിടുത്തെ അതിസ്വാദുള്ളതാണ്. പലതരം ഈത്തപ്പന മരങ്ങൾ. ഇപ്പോൾ ഈത്തപ്പന മരത്തിൻ്റെ ഒരു വണ്ണമൊക്കെ നാട്ടിലൊരു പനയുടെ അത്രത്തോളം വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു തെങ്ങിനേക്കാളും വരും. ഇങ്ങനെയുള്ള വലിയ ഈത്തപ്പഴ പനകളുള്ള ഒരു സ്ഥലമാണ് ദഹ്ഷൂർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദഹ്ഷൂറിലേക്ക് വരാൻ, ഈജിപ്തിലെ ഗ്രാമങ്ങളിലേക്ക്, ഈജിപ്തിലെ സാധാരണ മനുഷ്യരിലേക്ക്, ഈജിപ്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഒക്കെ വരാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈജിപ്ത് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള പലതരം യാത്രകൾ നമ്മൾ സംവിധാനിച്ച് കൊടുക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഈജിപ്ഷ്യൻ ജീവിതത്തിൻ്റെ, ഈജിപ്ഷ്യൻ മനുഷ്യരുടെ സ്വാഭാവികമായ താളം അറിയണമെങ്കിൽ ഇങ്ങനെ വില്ലേജുകളിലേക്ക് വരണം. പലർക്കും എനിക്ക് തോന്നുന്നു ഗൾഫിലൊക്കെ ഈജിപ്ഷ്യരെക്കുറിച്ച് നല്ലതല്ലാത്ത അനുഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വില്ലേജുകളിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ ഹൃദ്യമായിട്ട് സ്വീകരിക്കുന്ന മനുഷ്യർ. ഇപ്പം എൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന മുഹമ്മദ് എന്ന് പറയുന്ന ചെറിയ കുട്ടി, ഞങ്ങളവനോട് പള്ളിയിലേക്ക് വഴി ചോദിച്ചതാണ്. അവന് ഞങ്ങളുടെ കൂടെ മുഴുവൻ വന്ന് ഇതൊക്കെ കാണിച്ചു തന്ന് അവൻ്റെ വീട്ടിലേക്ക് കൂടി കൊണ്ടുപോവുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വില്ലേജ് ലൈഫിൻ്റെ മധുരം അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറേ കൂടി സിറ്റികളിൽ നിന്ന് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം. എൻ്റെ യാത്രകളിൽ എപ്പോഴും ഞാൻ ആസ്വദിക്കാറുള്ളത് അത്തരം സ്ഥലങ്ങളിലാണ്. അങ്ങനെ കൈറോ കാണാൻ, ഈജിപ്ത് കാണാൻ, ഇവിടുത്തെ കൾച്ചർ അറിയാൻ, ഇവിടുത്തെ വില്ലേജ് ലൈഫ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഞാൻ കൂടെ ചേർക്കുന്നുണ്ട്.